നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബുക്കാരി റൈസ് ആണ്. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കോമൺ ആയിട്ട് ഗൾഫ് രാജ്യത്ത് ബുക്കാരി റൈസ് ഫേമസ് ആണ്. അതായത് പാവപ്പെട്ടവരുടെ തനി ഫുഡാണ് ബുക്കാരി റൈസ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഓവർ എരിവാകാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അതിന് ജ്യൂസി ആയിട്ട് നിന്ന് വേകുന്നതിന് വേണ്ടിയാണ്. ഫ്ലേവർ ഗരം മസാല, 1 ലെമൺ ജ്യൂസ്. നല്ലപോലെ ഒന്ന് ഇത് ചെയ്യുക. നല്ലപോലെ ഇത് തേച്ച് പിടിപ്പിക്കുക. ഇതിൽ ഓവറായിട്ട് മസാല ഇതിൽ പെടാൻ പാടില്ല. ഇതിനെ ഒരു 15-20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുക. ഈ 2 പീസ് നേരത്തെ ഞാൻ മസാല പരട്ടി വെച്ചിരിക്കുന്ന വേറെ ഉണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടെ വെച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുന്നു. ഓക്കെ, എന്നിട്ട് ബാക്കി പരിപാടി വരുന്നു. ഓക്കെ, ബുക്കാരി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഓയിൽ ഒഴിക്കുന്നു. ഒരുപാട് ഒഴിക്കരുത്. ഇതാ ഇത്രയോ ഉള്ളൊരു കപ്പ്. അതായത് ഇതിപ്പോൾ നമ്മൾ 1.5 കിലോ അരിയുടെ ബുക്കാരി റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു 5 ഏലക്ക, 2 പീസ് പട്ട, ഓണിയ സവോള ക്യൂബായിട്ട് കട്ട് ചെയ്താണ് ഇടുന്നു. സവോള വഴറ്റി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു 1/2 ടീസ്പൂൺ. പെട്ടെന്ന് വരും. നമ്മുടെ വെളുത്തുള്ളി ഒരു 1/2 പിടി. ജസ്റ്റ് ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്ന ടൈമിൽ ഒരു ചെറിയ ക്യാപ്സിക്കവും 2 തക്കാളിയും ക്യൂബായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടും. ഒരു 3 പീസ് പച്ചമുളകും. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയി, അപ്പോൾ നമ്മൾ എമർജൻസി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഒരു ക്യാരറ്റ് ഇതേമാതിരി ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇടും. ഓക്കെ, ഉണക്കമുന്തിരി ഒരു 10 പീസ് വേണം. അത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് അല്ല, ഉണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ 1.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ടോട്ടൽ നമ്മൾ ഒരു 7 ഗ്ലാസ് പറഞ്ഞത് 7 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതായത് ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെച്ച് 14 ഗ്ലാസ് വെള്ളമാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ വെള്ളം ഇതിലേക്ക് ഊറ്റാൻ പോകും. തിളപ്പിച്ചോ. അരിക്ക് ആവശ്യമായ ഉപ്പ്. ഓക്കെ, വെട്ടം ഇല്ലാത്തതിൻ്റെ പ്രശ്നം നമ്മളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വീഡിയോ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എമർജൻസി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയും ഈ വെള്ളം ശരിക്കും തിളച്ചിട്ട് നമ്മൾ അരി ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 നാരങ്ങ, ഉണക്ക നാരങ്ങ ഇടുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കുത്തു വച്ചിരുന്ന അരി ഫിൽട്ടർ ചെയ്ത് നമ്മളിതിലേക്ക് തട്ടുക. ഓക്കെ, അതിലേക്ക് തട്ടിയതിന് ശേഷം ഒന്ന് ഫുള്ള് ഒന്ന് നല്ലപോലെ ഇളക്കുക. ഓക്കെ, ഇളക്കിയതിന് ശേഷം കവർ വെച്ച് ഭദ്രമായി മൂടി വെക്കുക. ഇനിയും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം റെഡ്യൂസ് ആവും. താന്ന് ലെവലാവുമ്പോൾ, അരി ലെവലാവുമ്പോൾ ശരിക്കും ചെറിയ ഫ്ലെയിമിൽ തീ വെച്ച് ഇതിനെ, ഈ അടപ്പിനെ ശരിക്കും ടൈറ്റായിട്ട് അടച്ച് ഇതിന് വേണ്ടയ്ക്ക് ഒരു ഭാരം വെച്ച് നമ്മൾ അതിനെ ഒരു 20 മിനിറ്റ് വേഗം വിടുന്നു. 20 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം. നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനുള്ള എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് യാതൊരുവിധ ഫ്ലേവറുകളോ കാര്യങ്ങളോ ഒന്നും ചേർത്തുള്ളതല്ല. ഇത് നാച്ചുറലായിട്ടുള്ള റൈസാണ്, ബുഖാരി വൈറ്റ് റൈസാണ്. ഓക്കെ, ഇത് ഇനിയും നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മോർ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ പാത്രത്തിൽ ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ട് അതിൽ ശകലം എണ്ണ ഒഴിച്ചിട്ട് ഒരു തീകനലിട്ടിട്ട്
അത് പുകയുന്ന സമയത്ത് ഈ ഒരു അടപ്പ് കൊണ്ട് ഇങ്ങനെ മൂടി കഴിഞ്ഞാൽ അതിന് മോർ ഫ്ലേവർ കിട്ടി നമുക്ക് കഴിക്കാൻ വളരെ നല്ലതായിരിക്കും. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയാണ്. ഇതിനകത്ത് വേറെ ഫ്ലേവറുകളൊന്നും ഇല്ല, ഒരു ഫ്ലേവറുകളും ഇല്ല. കാണിച്ചല്ലോ, ഇത് റൈസ് ഹെൽത്തി ഫുഡാണ്. ഇതല്ലേ